ഹായ് ഫ്രണ്ട്സ്, ഇവിടെ ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഏകദേശം ഒരു റാന്നിയൊക്കെ കഴിഞ്ഞ് കറക്റ്റ് സ്ഥലപ്പേര് അറിയില്ല, എന്നാലും റാന്നിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ ഞാൻ അതുകൊണ്ട് വന്നത് ഒരു 800 അവിടെ കിടക്കുന്ന ഒരു 800 വണ്ടിയല്ല വന്നേ. ഞാൻ സത്യം പറഞ്ഞ ഒരു സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, എനിക്ക് ബാക്ക് പെയിൻ കാരണം കൊണ്ട്, ഒരു മാർക്കറ്റിങ്ങിന്റെ ഇതായത് കൊണ്ട് ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. സത്യം ഞാൻ ചെയ്തത് തെറ്റ് തന്നെ, നിയമത്തിന് ഞാൻ തെറ്റ് തന്നെ ചെയ്തു. പക്ഷേ ഇവിടെ ഞാൻ ഈ ചെക്കിങ് കഴിഞ്ഞപ്പോൾ ഒരു ഇതുപോലെ ഒരു ഫോറസ്റ്റിന്റെ വണ്ടി ഇതുപോലെ ഇങ്ങനെ പാസ് ചെയ്തു. അപ്പം ഇവിടെ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഫോറസ്റ്റുകാർക്ക് സീറ്റ് ബെൽറ്റ് ഇല്ലാതെ പോകാൻ പറ്റും, അതായത് അവർക്ക് നിയമം പാലിക്കുന്നവർക്കൊന്നും സീറ്റ് ബെൽറ്റ് ഇടണ്ടാണ്. സമ്മതിച്ചു. ഞാൻ വേണ്ട 100 രൂപയ്ക്ക് പെറ്റി അടിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. പുള്ളിക്കാരൻ എത്ര രൂപയ്ക്ക് പെറ്റി ചെയ്ത് തരുന്നോ അത്ര രൂപയ്ക്ക് തന്നെ പെറ്റി അടിച്ചിട്ട് ഞാൻ പോകാനിരുന്നേ. അതുകൊണ്ട് ആ സാറ് ചെക്കിങ്ങിന്റെ ഇടയ്ക്ക് ഇതിട്ടില്ലായിരുന്നു, ക്യാപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. അത് ഞാൻ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞത് പുള്ളിക്കാരൻ ഡ്രൈവറാണ്. സാർ എന്നോട് പറഞ്ഞത്, സാറിന്റെ പേര് എനിക്കറിയത്തില്ല, സാറിന്റെ അത് ഇവിടുത്തെ ഇതില്ല, എന്താ അതിന് പറയുന്നത്, അതിന്റെ ഒരു പേരുണ്ടല്ലോ, അവിടുത്തെ ബാഡ്ജ് ഇട്ടിട്ടില്ല. സാർ എന്നോട് പറഞ്ഞത് ഇതുപോലെ ഫോറസ്റ്റുകാർക്ക് ഇതുപോലെ നിയമപാലകർക്ക് പോകുന്നവർക്ക് ഒന്നും ബെൽറ്റ് ഇടണ്ട. ഞാൻ ഈ സാറിനോട് ആദ്യമേ പറഞ്ഞു. ഈ സാറിനോട് പറഞ്ഞപ്പോൾ ആ സാറ് പറഞ്ഞു, അവിടുന്ന് പറഞ്ഞപ്പോൾ SIയോട് പോയി പറയാൻ പറഞ്ഞു. ഞാൻ SIയോട് പോയി പറഞ്ഞു അതിന് ഞങ്ങൾ എന്തോ വേണം, നിയമപാലകർ തന്നെ ഇങ്ങനെ നടന്നാൽ ഞങ്ങൾക്ക് എങ്ങനെ നടക്കാൻ പറ്റും? ഇത് ഞാൻ പെറ്റി അടിച്ചു പോയി. ഈ പെറ്റി അടിച്ചത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, ആ നിയമത്തെ ലംഘിക്കാൻ ഞാൻ ആരുമല്ല. പക്ഷേ ഇവരീ കാണിക്കുന്നത് മഹാമോശമാണ്. ഇത് വേറെ വാക്കാണ് ഉപയോഗിക്കേണ്ടത്, പക്ഷെ മഹാമോശം. അതുകൊണ്ട് ആ നിൽക്കുന്ന സാറ് ഞാൻ എന്തായിട്ട് തൊപ്പി ഇടാത്തത് എന്താന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് തൊപ്പി ഡ്രൈവർ, അതുകൊണ്ട് തൊപ്പി ഇടണമെന്ന്. ഏകദേശമൊക്കെ എനിക്ക് നിയമം അറിയാം, എനിക്ക് മാത്രമല്ല ഈ എല്ലാവർക്കും നിയമം അറിയാം. പക്ഷെ ഈ കാണിക്കുന്നത് മഹാമോശം. ഫ്രണ്ടിൽ നിന്നോണ്ട് തന്നെ പറഞ്ഞത്, ഈ പോലീസ് എന്ന ഉദ്യോഗസ്ഥന്റെ കടമ എന്താന്ന് പറഞ്ഞാൽ ആൾക്കാരെ സംരക്ഷിക്കുക, ജനങ്ങളെ സംരക്ഷിക്കുക, ജനങ്ങളെ ബോധവൽക്കരാക്കുക, ജനങ്ങളെ നന്നാക്കുക എന്ന് പല ഉദ്ദേശവും വേണം. പക്ഷെ ഇവരീ കാണിക്കുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ബുദ്ധിമുട്ടിച്ച് ഞാൻ ഈ 100 രൂപ പോയിന്നല്ല ഞാൻ പറയുന്നത്. ഇവരീ കാണിച്ചത്, ഫോറസ്റ്റുകാർ ഇത് കാണിച്ചത് മഹാമോശം. ഫോറസ്റ്റുകാർക്ക് മാത്രം ബെൽറ്റ് ഇടാതെ പോകാം. ഞാൻ SIയോട് പറഞ്ഞു, സാറേ ഫോറസ്റ്റുകാരോട് ബെൽറ്റ് ഇടാൻ നിൽക്കുന്നു, അവർക്ക് പ്രശ്നമില്ല, എന്തും ചെയ്യാം. അളിയോ ഇത് കാണുന്നുണ്ടോ, ഒരു സംഭവം നടന്ന്. അപ്പം സംഭവം ഇതാണ്. ഇതിനി മാക്സിമം ഞാനിനി ആരുടെങ്കിലും ഒന്ന് പറയണേ ഈ കാര്യം ഒന്ന്. സാറിന്റെ ഓക്കെ, എന്തായാലും വണ്ടി നമ്പറൊക്കെ എന്തായാലും നോട്ട് ചെയ്യാം അല്ലേ. ഇതാണ് KL 01 AU 5313. ഇത് കണ്ടോ, അത് അവിടെ തന്നെ ഒരു സംഭവം 13 ഒരു അറ്റത്ത് കണ്ടോ, ഫുൾ 13 പകുതിയില്ല. ഇതിപ്പോ നമ്മുടെ വണ്ടൊക്കെ ഉണ്ടായിരുന്നേ നമ്മളിപ്പോ പെറ്റി അടിച്ച് തീർത്താന്. ഇതൊക്കെയാ നല്ല നിയമങ്ങൾ. അവർ കേരള പോലീസാണ്, ജനങ്ങളെ വലട്ടുന്നതാണ് കേരള പോലീസ്. അവർക്ക് എന്തും നടക്കാം, അതാണ് നിയമം. ഇവിടെ ഈ 100 രൂപ അടച്ചപ്പോഴും ഞാൻ ഒന്നും മിണ്ടാവും 100 രൂപ അടച്ചു കഴിഞ്ഞിട്ടാണ് ആ ഫോറസ്റ്റുകാർ ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയാം അവർക്ക് എങ്ങനെ നടക്കാവും. എന്തോ ഇത് ഇങ്ങനെയാണോ നിയമങ്ങൾ? എന്തായാലും എനിവേ നടക്കട്ടെ. എന്തായാലും ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ മാക്സിമം എല്ലാവരും ഒന്ന് നോക്കുക. കാരണം എല്ലാവർക്കും ഇതുപോലെ എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് ബാധ്യസ്ഥരാണല്ലോ. ഈ സാർ പ്രത്യേകിച്ചൊന്നും എന്നോട് പറഞ്ഞില്ല, പക്ഷെ ഈ 2 സാർമാരും എന്നോട് ഈ തൊപ്പി അതന്നെ എനിക്ക് കോമഡി തന്നെ. ഡ്രൈവർ ആയതുകൊണ്ട് തൊപ്പി ഇടണ്ട. ഇതാണ് ഇന്നത്തെ സംഭവം. ചെക്കിങ് ചെയ്യുന്ന സമയങ്ങളിൽ തൊപ്പി ഇടരുതെന്നാണ്, തൊപ്പി ഇട്ടിട്ട് വേണം ചെക്ക് ചെയ്യാൻ. പക്ഷേ ഈ പുള്ളിക്കാരൻ തൊപ്പി ഇടാതാണ് ചെക്ക് ചെയ്തത്. കൊള്ളാമല്ലേ? റോഹിനെ കോന്നി, ഏകദേശം കോന്നിയുടെ അടുത്തായിട്ട് വരും. ഞാൻ മാർക്കറ്റിങ്ങിന് വേണ്ടി വന്നേ, കോന്നിയുടെ അടുത്തായിട്ട് വരും. എന്തായാലും കൊള്ളാമല്ലേ? എനിവേ ഇതൊന്ന് ഷെയർ ചെയ്യുക. ഇത് മാക്സിമം ഞാൻ എൻ്റെ രീതിയിൽ വരെ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ.